നമസ്കാരം. 500 കോടിയുടെ തോട്ടണ്ടി അഴിമതി അന്വേഷിച്ച് കണ്ടെത്തിയ കേരള പോലീസിലെ ഉദ്യോഗസ്ഥനോടുള്ള സർക്കാരിന്റെ പ്രതികാര നടപടി തുടരുന്നു. കോട്ടയം ഡിസിആർബി ഡിവൈഎസ്പി ജ്യോതികുമാറിനോടാണ് പിണറായി സർക്കാർ തുടങ്ങിവെച്ച പ്രതികാര നടപടി സതീശൻ സർക്കാരും തുടരുന്നത്. ജ്യോതികുമാറിന് തൊട്ടു മുൻപും പിന്നിലുമുള്ള ഉദ്യോഗസ്ഥർക്ക് SP ആയി സ്ഥാനക്കയറ്റം നൽകി. ഇദ്ദേഹത്തെ മാത്രം ഒഴിവാക്കിയിട്ടുണ്ട്. പിണറായി സർക്കാരിന്റെ പ്രതികാര നടപടി കാരണം വലഞ്ഞ ജ്യോതികുമാറിനെ സർക്കാർ മാറുമ്പോൾ പരിഗണിക്കുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ ഇന്നലെ കശുവണ്ടി ഇറക്കുമതി കേസിൽ സർക്കാർ പ്രോസിക്യൂഷൻ അനുമതി നൽകിയതിന് പിന്നാലെ വന്ന സ്ഥാനക്കയറ്റ പട്ടികയിൽ ജ്യോതികുമാറിന് താഴെയുള്ള 3 പേർക്ക് SP ആയി നിയമനം ലഭിച്ചു. INTUC സംസ്ഥാന പ്രസിഡന്റും കശുവണ്ടി വികസന കോർപ്പറേഷൻ മുൻ ചെയർമാനുമായ R ചന്ദ്രശേഖരൻ, കോർപ്പറേഷൻ MD ആയിരുന്ന KA രതീഷ് എന്നിവർ തോട്ടണ്ടി ഇറക്കുമതിയിൽ അഴിമതി നടത്തിയെന്ന് കണ്ടെത്തിയത് കൊല്ലം യൂണിറ്റിലെ വിജിലൻസ് ഇൻസ്പെക്ടറായിരുന്ന P ജ്യോതികുമാർ ആയിരുന്നു. B രാധാകൃഷ്ണപിള്ളയായിരുന്നു വിജിലൻസ് DYSP. 2 പേർക്കുമെതിരെ പിണറായി സർക്കാർ പ്രതികാര നടപടി സ്വീകരിച്ചു. രാധാകൃഷ്ണപിള്ളയെ നിയമനം നൽകാതെ സ്ഥലം മാറ്റി, ജ്യോതികുമാറിനെ കാസർഗോഡേക്ക് സ്ഥലം മാറ്റി. അതിനുശേഷം സ്വന്തം ജില്ലയായ കൊല്ലത്ത് ജ്യോതികുമാറിന് ജോലി ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കേസിൽ ആരോപണ വിധേയനായ KA രതീഷിനെ വിവിധ സ്ഥാപനങ്ങളുടെ തലപ്പത്ത് നിയമിക്കുകയും ചെയ്തു. നിലവിൽ മുഖ്യമന്ത്രി ചെയർമാനായ ഖാദി ബോർഡിൽ മെമ്പർ സെക്രട്ടറിയും റിട്രോണിക്സിൽ MDയുമാണ് രതീഷ്. 67 വയസ്സുള്ള ഇയാൾ ഇപ്പോഴും സർക്കാർ സർവീസിൽ തുടരുന്നത് മറുനാടനടക്കം വാർത്തയാക്കിയതിനെ തുടർന്ന് പിരിച്ചുവിടാൻ തീരുമാനമായിട്ടുണ്ട്. കാസർഗോഡ് നിന്നും ലോകായുക്തയിലേക്കാണ് ജ്യോതികുമാറിനെ നിയമിച്ചത്. പിന്നീട് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ വിജിലൻസ് ഓഫീസറാക്കി മാറ്റി. ഇവിടുത്തെ ക്രമക്കേടുകൾ കണ്ടെത്തിയ ജ്യോതികുമാർ വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്തു. ഇതോടെ അദ്ദേഹത്തെ പലവിധ കാരണങ്ങളുണ്ടാക്കി സസ്പെൻഡും ചെയ്തു. ഇതിനെതിരെ ആഭ്യന്തര വകുപ്പിന് നൽകിയ റിവ്യൂ ഹർജി പൂഴ്ത്തി. LDF സർക്കാരിന്റെ അവസാന കാലത്ത് SP-മാരുടെ സ്ഥാനക്കയറ്റം നൽകാനുള്ള പട്ടികയിൽ നിന്നും ജ്യോതികുമാറിനെ വെട്ടി. ശുപാർശ പട്ടികയിൽ സീനിയോറിറ്റി പ്രകാരം 14ാം സ്ഥാനത്തായിരുന്നു ജ്യോതികുമാർ. ഇതിനു മുൻപും ശേഷവും ഉള്ളവർക്ക് സ്ഥാനക്കയറ്റം ലഭിച്ചു. തന്റെ ജൂനിയർ ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം കിട്ടുന്നത് നോക്കി നിൽക്കേണ്ട ഗതികേടിലാണ് ജ്യോതികുമാർ. ഹയർ ഗ്രേഡും അഡീഷണൽ SP തസ്തികയും ഇദ്ദേഹത്തിന് നിഷേധിക്കപ്പെട്ടു. INTUC നേതാവ് R ചന്ദ്രശേഖരന്റെ തട്ടിപ്പ് കണ്ടെത്തിയത് ജ്യോതികുമാറിന്റെ ത്വരിതാന്വേഷണ റിപ്പോർട്ടായിരുന്നു. ഇതിന്റെ പക പിണറായിക്ക് ജ്യോതികുമാറിനോട് ഉണ്ടായിരുന്നു. പിണറായിക്കും ഇപ്പോഴത്തെ മുഖ്യമന്ത്രി VD സതീശനും ഏറെ പ്രിയങ്കരനാണ് ചന്ദ്രശേഖരൻ. അയാളുടെ അഴിമതി കണ്ടെത്തിയതിന്റെ പ്രതികാരമാണ് ഇപ്പോഴും ഈ ഉദ്യോഗസ്ഥനോട് തുടരുന്നത്. കോടികളുടെ അഴിമതിയും ഭരണതലത്തിലെ കൊള്ളരുതായ്മകളും നെഞ്ചൂക്കോടെ വിളിച്ചു പറയുന്ന സത്യസന്ധരായ ഉദ്യോഗസ്ഥർക്ക് എല്ലാ കാലത്തും ലഭിക്കുന്നത് ഇത്തരത്തിലുള്ള ക്രൂരമായ പീഡനങ്ങളും അവഗണനകളുമാണ് എന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് DYSP P ജ്യോതികുമാറിന്റെ ഈ ദുരവസ്ഥ. രാഷ്ട്രീയ നേതൃത്വങ്ങളും അഴിമതിക്കാരായ ഉദ്യോഗസ്ഥ പ്രമുഖരും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിലേക്ക് വിരൽ ചൂണ്ടിയതാണ് ഈ ഉദ്യോഗസ്ഥൻ ചെയ്ത ഏക തെറ്റ്. മുൻപ് പിണറായി സർക്കാരിന്റെ കാലത്തുണ്ടായ പ്രതികാര നടപടികൾ ഭരണമാറ്റത്തോടെ അവസാനിക്കുമെന്നും സതീശൻ സർക്കാരിൽ നിന്നും നീതി ലഭിക്കുമെന്നും കരുതിയ ജ്യോതികുമാറിന്റെ പ്രതീക്ഷകൾ അസ്ഥാനത്താക്കിക്കൊണ്ടാണ് പുതിയ സ്ഥാനക്കയറ്റ പട്ടികയും പുറത്തുവന്നത്. ആരോപണ വിധേയർ ഇപ്പോഴും ഭരണസിരാ കേന്ദ്രങ്ങളിൽ ഉന്നത പദവികൾ അലങ്കരിക്കുമ്പോൾ നാടിന്റെ പണം കാത്ത സിവിലുകാരൻ സ്വന്തം ജൂനിയർമാർക്ക് മുന്നിൽ സല്യൂട്ട് അടിച്ചു നിൽക്കേണ്ടി വരുന്ന ഈ കാഴ്ച കേരളത്തിലെ പൊതുഭരണ സംവിധാനത്തിന് തന്നെ വലിയൊരു നാണക്കേടായി മാറുകയാണ്.